പഞ്ചുരുളിയുടെ കഥ. ദ സ്റ്റോറി ഓഫ് പഞ്ചുരുളി. പണ്ട് നിബിഡമായ ഒരു കാട്ടിൽ ശക്തയായ ഒരു കാട്ടുപന്നി ഉണ്ടായിരുന്നു. അവൾ ഒരേ സമയം 5 കുഞ്ഞൻ പന്നിക്കുട്ടികൾക്ക് ജന്മം നൽകി. അവരെല്ലാം കൂടി സന്തോഷത്തോടെ അമ്മയുടെ അരികിൽ ഓടി നടന്നു. ആ 5 പേരിൽ ഒരാൾ സാഹസികനായിരുന്നു. കളിക്കുന്നതിനിടയിൽ അവൻ വഴിതെറ്റി അമ്മയുടെയും സഹോദരങ്ങളുടെയും കൺവെട്ടത്തുനിന്ന് അകന്നുപോയി. കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്ക് അവന് പേടി തോന്നി. ഭാഗ്യവശാൽ അവന് ദൂരെയായി തിളങ്ങുന്ന ഒരു രൂപം കാണാൻ കഴിഞ്ഞു. അത് കൈലാസപർവ്വതത്തിൽ നിന്ന് ഇറങ്ങിവന്ന ലോകമാതാവായ പാർവതീദേവിയായിരുന്നു. ദേവി ആ ചെറിയ പന്നിക്കുട്ടിയെ വാരിയെടുത്തു. അവനെ കൈലാസപർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വന്തം മകനെപ്പോലെ വളർത്തി. അവന് പഞ്ചുരുളി എന്ന് പേരിട്ടു. പഞ്ചുരുളി കൈലാസത്തിൽ വളർന്നു. എന്നാൽ അവന്റെ കാട്ടുസ്വഭാവം മാറിയില്ല. അവൻ തന്റെ ശക്തമായ കൊമ്പുകൾ ഉപയോഗിച്ച് ദേവന്റെ തോട്ടങ്ങളിലെ വിളകളും സസ്യങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ നാശം അനിയന്ത്രിതമായപ്പോൾ പരമശിവന് ഇടപെടേണ്ടി വന്നു. ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ദുഃഖത്തോടെ ശിവൻ പഞ്ചുരുളിയെ വധിച്ചു. തന്റെ മകനെപ്പോലെ വളർത്തിയ പഞ്ചുരുളിയുടെ മരണം പാർവതീദേവിയെ വല്ലാതെ വേദനിപ്പിച്ചു. ദുഃഖത്തിൽ ആണ്ടുപോയ ദേവിയെ കണ്ട് ശിവന്റെ മനസ്സലിഞ്ഞു. പാർവതിയുടെ ദുഃഖം മാറ്റാൻ ശിവൻ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ചു. പഞ്ചുരുളിയുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിച്ചു. അവന് ഒരു പുതിയ ദൗത്യം നൽകി. ഇനി നീ പ്രകൃതിയെ സംരക്ഷിക്കുന്ന എന്റെ ഗണങ്ങളിൽ ഒരാളാണ്, ശിവൻ പറഞ്ഞു. വിളകൾ നശിപ്പിക്കുന്നതിന് പ്രായശ്ചിത്തമായി പഞ്ചുരുളി ഭൂമിയിലേക്ക് തിരിച്ചെത്തി കർഷകരുടെ വിളകളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്തു. അന്നുമുതൽ ആളുകൾ പഞ്ചുരുളിയെ ആദരിക്കാൻ തുടങ്ങി. തങ്ങളുടെ വിളവ് സംരക്ഷിച്ചതിന് നന്ദി സൂചകമായി അവർ അവന് അരി അർപ്പിച്ചു. അങ്ങനെ കാടിന്റെയും കൃഷിയുടെയും കാവൽക്കാരനായി പഞ്ചുരുളി ഭൂമിയിൽ വാഴുന്നു. Subscribe for more. Thank you.